ഈ ലുക്സിലും ആ കഥാപാത്രം കൊണ്ട് നടക്കുന്ന ശീലങ്ങളെ പറ്റിയിട്ടും കൂടി അദ്ദേഹം അവെയർ ആണെന്ന് കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് തെക്ക് വടക്കെന്നുള്ള ഒരു സിനിമ, അപ്പൊ അതിലെ ക്യാരക്ടറിന്റെ പേര് ചോദിക്കുമ്പോൾ സ്ഥിരമായി ഹിന്ദു പത്രം വായിക്കുന്ന, ഇംഗ്ലീഷ് പേപ്പേഴ്സ് വായിക്കുന്ന, ഇൻസൈഡ് ചെയ്യുന്ന, തേച്ച ഷർട്ട് ഇടുന്ന, സിസർ ഫിൽറ്റർ സിഗരറ്റ്സ് വലിക്കുന്ന, ഒരു ഷേവ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് പറയും. ഇത്രയും ഡീറ്റെയിൽസാ ചോദ്യം ചോദിക്കുമ്പോഴേ കൂടി നമ്മുടെ അടുത്തേക്ക് പറയുന്നത്. ഈ ലുക്സില് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂംസിലൊക്കെ അദ്ദേഹം എത്രമാത്രം പെർട്ടിക്കുലറാണ്? ഇത് ഈ പറയുന്ന സാധനത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ നമ്മുടെ സിനിമയിലും വന്നിട്ടുണ്ട്. മീൻസ് അത് കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു നടപ്പ് രീതി അങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം അത്രയും ആത്മാർത്ഥതയോടെ സിനിമയെ സമീപിക്കുമ്പോഴാണല്ലോ നമ്മൾ ഇത്രയും മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റുന്നത്. അതിന്റെ ഇപ്പം ഈ പറയുന്ന പോലത്തെ പരിപാടികൾ നമ്മുടെ സിനിമയിൽ എങ്ങനെയാണെന്നുള്ളത് സിനിമ വരുമ്പോഴേ പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ നമുക്കും നമ്മുടെ സിനിമയിൽ ഉണ്ടായിരുന്നു. മൈന്യൂട്ട് ഈ പറയുന്ന കോസ്റ്റ്യൂമിലാണെങ്കിലും ലുക്ക് വൈസിലും ബാക്കിയുള്ള കാര്യങ്ങളിലും അത് കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മിത്തുകളുണ്ടല്ലോ, നമ്മുടെ ഐതിഹ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തുള്ള നമ്മുടെ ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് മിത്തോളജിക്കലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം ഈ മിത്തോളജിക്കലായിട്ടുള്ള സംഭവങ്ങളെ നമുക്ക് ഈസിലി സിനിമയിലേക്ക് കൊണ്ടുവരാം. ഇപ്പം മാരീജനെ വളരെ രസമായിട്ട് മാരീസ് എന്നുള്ള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാധികാപ്തയുടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, പേര് ഞാൻ മറന്നു, യഹല്യ. അത് വളരെ രസമായിട്ടാണ് ഒരു മിത്തിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ പല കാര്യങ്ങളെയും നമുക്ക് സിനിമയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയും അങ്ങനെ ഇപ്പൊ ഒരു ദാരികവധം പോലത്തെ ഒരു സംഭവത്തെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ? അത് പടത്തിന്റെ ടൈറ്റിലുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ചർച്ച വന്നത്. അതായത് പിന്നെ കളങ്കാവൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ദേവിയുടെ ദേവീക്ഷേത്രങ്ങളിൽ കാളിയൂട്ടും അതിനകത്ത് ദാരികനും ഭദ്രകാളിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റിച്വലാണ്. അത് നമുക്കിപ്പോൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ടൈറ്റിൽ ചൂസ് ചെയ്തത്. നമുക്കറിയാം ഇപ്പം ഇങ്ങനത്തെ ടൈറ്റിൽസും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സിനിമകളുടെ ഉദാഹരണങ്ങളും വെച്ചിട്ട് ചിലപ്പം ഡയറക്ട്ലി ആ മിത്തുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ മിത്തുമായിട്ട് ഒരു ബന്ധമില്ലാതെ അതിൻ്റെ സിമിലി എടുത്തതാവാം, ചിലപ്പോൾ കൾച്ചറൽ ബാക്ക്ഡ്രോപ്പ് ആവാം. അങ്ങനെ പല പല കാരണങ്ങൾ അതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കാം. നമ്മൾ എന്തുകൊണ്ട് ആ ടൈറ്റിൽ ചൂസ് ചെയ്തു എന്നുള്ളതിന്, അതിപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ എക്സാക്ട് ആൻസർ സിനിമയെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ഈ ഫീമെയിൽ പെർഫോമേഴ്സിനെ പറ്റിയിട്ടൊന്നും അധികം പറഞ്ഞിട്ടില്ല, റിവീൽ ചെയ്തിട്ടില്ല. ഇല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രകാരം മമ്മൂക്കയുമായിട്ട് ഇതുവരെ പെയറപ്പ് ആവാത്ത കുറെ ആളുകൾ അവരെ റോപ്പൻ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാധ്യത ഉണ്ട്. ആ സാധ്യത ഈ പറഞ്ഞ പോലെ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന മൾട്ടി ലെയർഡ് ആയിട്ടുള്ള അധികം എഴുതപ്പെടാത്ത കൈൻഡ് ഓഫ് വുമൺ ക്യാരക്ടേഴ്സ് ഉള്ള കാരണം കൊണ്ടാണോ? അതെ. അങ്ങനത്തെ കുറച്ച് കഥാപാത്രങ്ങൾ ഇതിനകത്ത് വന്ന് പോകുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിലിങ് നമ്മൾ പതുക്കെ റിവീൽ ചെയ്യത്തുള്ളൂ, എന്തൊക്കെയാണ് ആരൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെ കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ട്, വേറെ പല ഡയമെൻഷൻസിലുള്ള ഉണ്ട്. അത് പതുക്കെ പുറത്തു വരുന്നതാണ് അതിൻ്റെ ഡീറ്റെയിലിങ്. ഇപ്പോൾ ഇതിൽ കുറച്ച് റിയൽ ആയിട്ടുള്ള ഇൻസിഡൻസ് ഇൻസ്പയർഡ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ കളങ്കാവൽ പോലുള്ള അതെ ആണ്. അതിൻ്റെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് സിനിമാറ്റിക് ലിബർട്ടി എഴുതി ചേർത്തതും കുറേ ഉണ്ടോ? ഉണ്ട്, ഒബ്വിയസ്ലി ഉണ്ട്. ഇപ്പം പിന്നെ എൻ്റെ കോറൈറ്റർ ജിഷ്ണുവാണ് ഇങ്ങനെ ഒരു ഐഡിയ പറയുന്നതും ഇങ്ങനെ ഒരു കൺസെപ്റ്റിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അന്നേരം എനിക്ക് അതിനകത്ത് സിനിമാറ്റിക്കലി ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയ സബ്ജക്റ്റ് അല്ല ഇത്. അപ്പം അത് അങ്ങനെ നമ്മൾ പറയുന്ന സംഭവം സൈനഡ് മോഹന്റെ സംഭവമാണ്. അല്ല, ഒന്നിൽ കൂടുതൽ സംഭവങ്ങളുണ്ട്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പം പിന്നെ പർട്ടിക്കുലർ ഇൻസിഡന്റിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ഒരു ഇൻസിഡന്റിനെ പറ്റി പറഞ്ഞു. അപ്പൊ അതിനകത്ത് എനിക്ക് പേഴ്സണലി ഭയങ്കര സിനിമാറ്റിക്കലി ഒരു എക്സൈറ്റ്മെന്റ് തോന്നിയിട്ടിരുന്നില്ല. അല്ല, അതിനകത്ത് ഒരു സിനിമയുണ്ട്, നമുക്കങ്ങനെ നമുക്ക് എപ്പോഴും ഒരു കിക്ക് കിട്ടുമ്പോഴാണല്ലോ അതിനകത്തോട്ട് ഇറങ്ങി നമ്മൾ ഒരുപാട് റിയൽ ഇൻസിഡൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോൾ പറയുമ്പോൾ പലരും അത് നല്ല സിനിമ, ഇതിനകത്ത് സിനിമയാണെന്ന് എല്ലാവരും പറയുകയും ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ ആസ് എ ഫിലിം മേക്കർ നമുക്കത് ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടാവണമല്ലോ. ബേസിക്കലി അതാണല്ലോ ആദ്യം വേണ്ടത്. എന്നിട്ട് പിന്നെ ആ ഒരു യാത്രയാണല്ലോ ഇത്. അപ്പം എനിക്കൊന്ന് വേറൊരു ഫ്രണ്ടുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആണ് വേറൊരു സജഷൻ ഇങ്ങനെ കിട്ടുന്നത്. അപ്പം ആ സജഷൻ കിട്ടിയപ്പോൾ അതും വർക്കബിൾ അല്ലായിരുന്നു. പക്ഷെ നമ്മൾ പിന്നെ ഒരു ട്രാവലിലാണ് ആ സജഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില പോസിബിലിറ്റീസ് സിനിമാറ്റിക്കലി ഉണ്ടെന്നൊരു തോന്നൽ വരുന്ന മൊമെന്റിലാണ് ഇത് സിനിമയായിട്ട് ചെയ്യാൻ എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടാം. അതായത് വേറൊന്നുമല്ല, ഒരു
നടന്ന ഒരു സംഭവം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു മിത്ത് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് ഒരു പുതിയൊരു ആംഗിളോ പുതിയൊരു നെറേറ്റീവ് സാധനമോ എന്തെങ്കിലും ഒരു ഫിക്ഷണൽ എലമെന്റ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ആംഗിളിലൂടെ അത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്കൊരു തോന്നൽ വരുമ്പോഴാണ് അത് സിനിമയാകാനുള്ളൊരു ത്വര ഉണ്ടാകുന്നത്. അതാണ് അതിന്റെ ബേസിക് സംഗതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഇപ്പോൾ ചില പോലീസ് ക്യാരക്ടേഴ്സിനൊക്കെ ചില ട്രേറ്റ്സ് ഉണ്ടാവുമല്ലോ, ക്യാരക്ടർ ട്രേറ്റ്സ്. ഉദാഹരണത്തിന് ഇപ്പോൾ വേട്ടയാട് വിളയാടൽ ഈ രാഘവൻ ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. എവിടെയെങ്കിലും ഡെഡ് ബോഡീസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. അല്ലെങ്കിൽ ഷെർലക് ഹോംസിന് അസാമാന്യമായിട്ടുള്ള ഒബ്സർവേഷൻ സ്കിൽസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇൻ പെർട്ടിക്കുലർ ഒരു സ്കില്ലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വിനായകന്റെ ക്യാരക്ടർ ഉണ്ടോ? വിനായകൻ ചേട്ടൻ്റെ ക്യാരക്ടർ അത് ബേസിക്കലി പോലീസാണോ അല്ലയോ എന്നൊന്നും നമ്മൾ ഇത് ചെയ്തിട്ടില്ല. ഒരു ക്യാരക്ടറാണത്. ആ ക്യാരക്ടറിന് ചില ട്രൈറ്റ്സും ചില സവിശേഷതകളും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതെന്താണെന്നുള്ളത് സിനിമ സംസാരിക്കുന്നത് ഉണ്ട്. ചില പ്രത്യേകതകളുള്ള ഒരു ക്യാരക്ടറാണ് അതിന് ഒരു പരിധി വരെ പിന്നെ നമുക്ക് പരിചയമുള്ള റിയൽ ലൈഫ് ചില ഈ നമ്മളിപ്പം കുറേ ഇൻസിഡൻസിൽ നിന്നാണ് ഇൻസ്പയർഡ് എന്ന് പറഞ്ഞു, ഇതൊന്നും ബന്ധമില്ലാത്ത വേറെ ചില കഥാപാത്രങ്ങളുണ്ടായിരിക്കുമല്ലോ നമുക്ക് നേരിട്ട് പരിചയം. പലരും അങ്ങനെയുള്ള ചില ട്രൈറ്റ്സ് അങ്ങനെ എടുത്തിട്ടുമുണ്ട് ചില കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ. അതിപ്പോൾ എല്ലാവർക്കും പബ്ലിക് എല്ലാവർക്കും അറിയാവുന്നതല്ല, നമുക്ക് പേഴ്സണലിയും മറ്റും അറിയാവുന്ന പ്രാദേശികമായിട്ടുള്ള പരിചയത്തിലോ സംസാരങ്ങളിലോ ഒക്കെ വരുന്ന ചില കഥാപാത്രങ്ങൾ കാണുമല്ലോ. അങ്ങനെയുള്ള ചില കഥാപാത്രങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വയലൻസിന് എത്രമാത്രം ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട് സിനിമയുടെ അകത്ത്? അത് ക്രൈം ഡ്രാമയാണ്. പിന്നെ ഇതിനകത്ത് വയലൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ പറയാനായിട്ട് ഒരു അത് ഞാനൊരു എക്സ്ട്രീമിറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ ഒരു ലെവൽ എങ്ങനെയായിരിക്കും? അതങ്ങനെ ഇപ്പം നമുക്കിപ്പം വന്നിട്ടുള്ള അടുത്തുള്ള സിനിമകൾ പോലെ അങ്ങനത്തെ ഭയങ്കരമായിട്ട് വയലൻസ് പരിപാടികളുള്ള അങ്ങനെയല്ല. പക്ഷേ ഇതിപ്പോൾ ക്രൈം ഡ്രാമയാണ്. ക്രൈം ഡ്രാമ ആകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില സംഗതികളുണ്ടല്ലോ. അങ്ങനെയുള്ള ചില സംഗതികൾ വരാം എന്നേ പറയാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ഒരു ക്രൈം ഡ്രാമ എന്നുള്ള രീതിയിൽ ഏറ്റവും അധികം എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു റൈറ്റർ ഡയറക്ടർ എന്നുള്ള രീതിയിൽ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന ഏരിയ എന്താണ്? ഇപ്പോൾ ഒരു ക്രൈമിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യുന്നൊരു ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണം, ഇതിന് രണ്ടിലെ ഈ രണ്ട് പോയിന്റുകളാണല്ലോ സാധാരണ ഏറ്റവും അധികം ഈ ഉദ്യോഗം ജനിപ്പിക്കുന്ന മൊമെന്റുകൾ. ഇതിൽ ഏതാ ഏറ്റവും എക്സൈറ്റിംഗ്? എനിക്ക് തോന്നുന്നു ഈ ഒരു ക്രൈമിന്റെ ഒരു എക്സിക്യൂഷൻ നടന്നു കഴിയുമ്പോഴത്തേനും അത് സേഫ് ആയിട്ടിരിക്കാനുള്ള പിന്നെ കവറപ്പുകളോ അതിൽ നിന്നുള്ള എസ്കേപ്പ് ആവാനുള്ള യാത്രകളോ ഇങ്ങനെയൊക്കെ ഒരു പോർഷൻ ഉണ്ട്. ഇനി ക്രൈം അറിഞ്ഞ് അതിലോട്ട് ഒരു അന്വേഷണം പരിപാടികളും നടക്കാം, ഇതിന് വിക്ടിംസ് ആയവരുണ്ടാവാം. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ആ ഒരു ടോട്ടൽ ഇൻസിഡൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ എവിടുന്ന് തുടങ്ങുന്നു, എവിടുന്ന് നമുക്കത് തുടങ്ങാം, അത് നമുക്ക് എങ്ങനെ പുറകോട്ട് പോകണമെങ്കിൽ പുറകോട്ട് പോകണം, ഫ്രണ്ടിൽ പോകണം, ഇങ്ങനെ ഒരു അതിൻ്റെ ഒരു ലീനിയർ ആർക്കിനകത്ത് നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോഴാണല്ലോ കുറച്ചും കൂടെ ഒരു സിനിമാറ്റിക്കലി അത് എക്സൈറ്റിംഗ് ആകുന്ന രീതിയിലാണ് നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫോമിലോട്ട് ലാൻഡ് ചെയ്യുക, അത് ഡിസൈൻ ചെയ്യുക, അത് പിന്നെ റീഡിസൈൻ ചെയ്യുക, അങ്ങനെ ഒരു രസമുള്ള ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. എങ്ങനെ നമ്മൾ ഇത്രയും സിനിമകൾ കണ്ട് തഴമ്പിച്ച ഒരു പ്രേക്ഷകരുടെ മുമ്പിലോട്ടാണ് നമ്മളൊരു സിനിമയായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ നമുക്ക് പറ്റുമോ ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം. നമ്മളതിന് വേണ്ടിയിട്ട് നമ്മുടേതായ ഒരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സ് അതിൽ എന്തായാലും നടത്തിയേ പറ്റുള്ളൂ, ഈ ഒരു ജോണറിൽ പ്രത്യേകിച്ച്. അപ്പം ഈ രണ്ട് സാധനങ്ങളെക്കാൾ ഉപരി ഇതിനാണ് എനിക്കൊരു ഒരു നെറേറ്റീവ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതിലും പിന്നെ ഈ പറയുന്ന ക്യാരക്ടറൈസേഷനും അതിൻ്റേതായ ട്രേറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. ഒബ്വിയസ്ലി അതിൻ്റെ ബേസ് ഇത് തന്നെയാണ്, ഈ പറയുന്ന രണ്ട് സംഗതികൾ തന്നെയാണ് ബേസ്. പക്ഷേ അതിനപ്പുറത്തോട്ട് ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു ഹൈ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സസ്പെൻസ് ക്രൈം ഡ്രാമകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ സിനിമയായിട്ട് ചെല്ലുന്നത് ഒരു ലോകത്തിലുള്ള പ്രേക്ഷകരുടെ അടുത്താണ്. കാരണം ലോക സിനിമ കാണുന്ന പ്രേക്ഷകരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള സാധാരണ സിനിമ പ്രേക്ഷകർ പോലും ഇപ്പോൾ കൊറിയയിലുള്ള ഫോർഗോട്ടൻ കണ്ടിട്ടുണ്ടായിരിക്കും, ഓറിയോപോളയുടെ ഇന്നസെൻ്റ് എന്നുള്ള സീരീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും സിനിമാശീലങ്ങളുള്ളൊരു ക്രൗഡിൻ്റെ അടുത്തേക്കാണ് നമ്മൾ സിനിമയായിട്ട് ചെല്ലുന്നത്. അവരെ തൃപ്തിപ്പെടുത്തണം അല്ലെങ്കിൽ അവരെ എക്സൈറ്റ് ആക്കണം, ആ ഒരു റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ഈ നമ്മൾ ബേസിക്കലി നമ്മൾ ഫിലിം മേക്കേഴ്സ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളും അത്യാവശ്യം പുതിയ കാലത്തെ പുതിയ തരം സിനിമകളും ലോകത്തെമ്പാടുമുള്ള സിനിമകളിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ വരുമ്പോൾ അത് നമ്മൾ തേടി പിടിച്ച് കാണാനുള്ള ശ്രമം നടത്താറുണ്ട്. അപ്പം നമുക്ക് ബേസിക്കലി നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സിനിമാറ്റിക് ലിറ്ററസി ഉണ്ടായിരിക്കും, രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ. അപ്പോൾ നമുക്ക് മറ്റു കാര്യത്തിൽ ഒരു പരിധിക്കപ്പുറം കോൺഷ്യസ് ആയതുകൊണ്ട് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ പ്രൈമറി ഒബ്ജക്റ്റീവ് എപ്പോഴും അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ തന്നെ ഉള്ളിലുള്ള
ഒരു ഒരു സിനിഫൈലും ഒക്കെ ആയിട്ടുള്ള ഒരാൾ വ്യക്തിയാണല്ലോ നമ്മളിപ്പോഴേ. അപ്പോൾ അതിനെ തൃപ്തിപ്പെടുത്തുന്ന, അതിൻ്റെ സെൻസിബിലിറ്റീസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു സിനിമാറ്റിക് വേഷം ചെയ്യാനാണ് പ്രൈമറി ആയിട്ട് ശ്രമിക്കുന്നത്. അത് അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന സിനിമ ആരാണോ കാണാൻ പോകുന്നത് അവരുടെ ഒരു ആംഗിളും കൂടെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ കൂടുതലും കോൺഷ്യസ് ആവുന്നത് സ്വയം ബോധ്യപ്പെടുക എന്നുള്ള കാര്യത്തിലാണെന്ന് തോന്നുന്നു. ഈ ഇപ്പോൾ മമ്മൂട്ടി നായകനാണോ വില്ലനാണോ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാവുന്ന ഒരു ക്രൈം ഡ്രാമ അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും. അങ്ങനെ വിശേഷിപ്പിക്കാം. അതാണ് കുറച്ചൊരു സൗകര്യം അല്ലേ? അതെ, ഒരു മമ്മൂട്ടി ഒരു കേന്ദ്ര കഥാപാത്രമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ വിനായകൻ ചേട്ടനും ചെയ്യുന്നുണ്ട്. നായകൻ വില്ലൻ എന്നുള്ള സങ്കല്പങ്ങൾക്ക് അപ്പുറത്ത് ആ ഒരു സ്പെക്ട്രത്തിനിടെ വരുന്ന കുറച്ച് കഥാപാത്രങ്ങളാണ്. ഈ ഒറിജിനൽ ആയിട്ടുള്ള സംഭവങ്ങൾ എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഈ കൾപ്പറേറ്റിന്റെ ബുദ്ധിയെ പോലെ തന്നെ പലപ്പോഴും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരാളുടെ ബുദ്ധിയും കൂടി നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അങ്ങനത്തെ റിയൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു സീരീസ് ഓഫ് മർഡേഴ്സ് ഉണ്ടായ ഒരു വീട്ടിൽ ഒരു പൂച്ചയെ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് ആ പൂച്ചയുടെ ഉള്ളിൽ നിന്ന് കണ്ടെടുത്ത പോയിസൺ വെച്ചിട്ട് കണ്ടുപിടിച്ചൊരു റിയൽ ഇൻസിഡന്റ്, രസകരമായിട്ടുള്ള പോലീസ് സ്റ്റോറിയാണ്, റിയൽ സ്റ്റോറി. അതുപോലെ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് റൈറ്റിംഗിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഒബ്വിയസ്ലി ഉണ്ട്. നമ്മൾ ഇതുപോലെ ഇപ്പം പറഞ്ഞതുപോലെ ഇപ്പം എനിക്ക് തോന്നുന്നു മറ്റേ പിന്നെ കുറുപ്പിൻ്റെ സമയത്താണെങ്കിലും അതിൻ്റെ ആ എൻക്വയറി പരിപാടിക്കകത്ത് നമ്മുടെ ഹരിദാസ് സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച് ഫൈൻഡിങ്സിലോട്ട് എത്തിച്ച കുറേ എലമെന്റ്സ്, ചിക്കൻ കറിയൊക്കെ പോലെയുള്ളത്, ചിക്കൻ കറി, അതുപോലെ പിന്നെ എന്താ പറയുന്നത്, ഇപ്പം ശ്വാസകോശത്തിന് പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ശ്വാസകോശത്തിനകത്ത് ഈ പറയുന്ന പുകയുടെ അംശം ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുന്നേ കൊന്ന ഒരാളെ അവിടെ കൊണ്ടിട്ട് കത്തിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ലോജിക്കലി നമുക്കൊരു എക്സൈറ്റ്മെന്റ് തോന്നുന്ന ഒരുപാട് എലമെന്റ്സ് ഈ ഇൻവെസ്റ്റിഗേഷനിനകത്ത് സംഭവിക്കാറുണ്ട്. അത് പലപ്പോഴും ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഇത്രയും കാലത്ത് നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അതിലൊന്നും നടന്നിട്ടില്ലാത്ത പുതിയ സംഭവങ്ങൾ ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിൽ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സിനിമാറ്റിക് വേഷനായിരിക്കുമല്ലോ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. പൃഥ്വിരാജ് ചെയ്യാനിരുന്ന വേഷമായിരുന്നു ഇപ്പോൾ വിനായകൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു, അതായത് ഇപ്പം നമ്മൾ ഈ പ്രോജക്റ്റ് പിന്നെ മീൻസ് ആദ്യം പ്രതിമ ഇതിപ്പം ഒബ്വിയസ്ലി 2 കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയാണ്. അപ്പം ഇതിനകത്ത് മമ്മൂക്ക വരണം എന്നുള്ള ഭയങ്കര ആഗ്രഹവും അങ്ങനെ ഒരു താല്പര്യവും അങ്ങനെ ഒരു പ്ലാനും നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് പിച്ച് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അന്ന് ഈ വിവേകേട്ടൻ, സാരേ ചേട്ടൻ ഇവരൊക്കെ വഴിയാണ് ഞാൻ ഇത് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ അവരാദ്യം പൃഥ്വിയിലോട്ട് പോയി എന്നേ ഉള്ളൂ. മീൻസ് അത് അവൈലബിൾ ആയിട്ടുള്ള ഒരു എളുപ്പം എക്സസ് അന്ന് ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിനും അതേ തോന്നൽ ഉണ്ടായി മമ്മൂക്കയിലോട്ട്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് പറയുമ്പോൾ മമ്മൂക്കയിലോട്ട് എത്തിക്കഴിഞ്ഞ് അദ്ദേഹത്തിനും അതങ്ങനെ ഇഷ്ടപ്പെട്ടു. അത് കഴിയുമ്പോൾ ഒബ്വിയസ്ലി അത് മമ്മൂക്ക പ്രോജക്റ്റായിട്ട് മാറുമല്ലോ, അങ്ങനെയാണല്ലോ, മമ്മൂക്ക ആണല്ലോ നമ്മൾ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മമ്മൂക്കയുടെ ഒരു എപ്പോഴാണോ അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് ലോജിസ്റ്റിക് പരിപാടിയിൽ അത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കിയതാണ്. കാരണം അപ്പം പൃഥ്വി എന്ന് എമ്പുരാൻ അങ്ങനെ അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ പറയുന്നതും ഭാഗ്യത്തിന് അദ്ദേഹം അത് ഇത് ചെയ്യുകയും ചെയ്തു. ഈ ദുൽഖർ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന് ഏറ്റവും നല്ല സമയം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹീസ് ഹാവിങ് എ ഫൺ ടൈം എന്ന്. അതായത് കഥാപാത്രങ്ങളുടെ നന്മതിന്മകളോ അല്ലെങ്കിൽ ജെൻഡർ ബയാസോ ഒന്നും നോക്കാതെ അദ്ദേഹം ആഘോഷമാക്കുക അദ്ദേഹത്തിനുള്ള നടനെ എന്നുള്ളത്. ആ ഒരു ഫേസിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അതെ, അത് അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അത് അങ്ങനെ ചെയ്യുമ്പോൾ സ്ഥിരം ടെംപ്ലേറ്റ്സിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ പുതിയ സംഗതികൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യത എന്തായാലും കൂടുതലാണ്. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്ത് പെർഫോം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അത് കൃത്യമായിട്ട് ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിനകത്തൊരു എക്സൈറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് ഉണ്ട്, ഒരു കൃത്യമായൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട് അങ്ങനെ ചെയ്യുന്നതിലെന്ന് എനിക്ക് തോന്നുന്നു. അത് അങ്ങനെ ചെയ്യുന്ന അത്രയും സ്റ്റാർഡമുള്ള ആൾക്കാരെ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഓഡിയൻസും കൂടെ നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗ്യമാണ് നമുക്ക് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് വേറൊരു ഡയമെൻഷനിൽ ചെയ്ത് അതുപോലെ പെർഫോം ചെയ്ത് നമ്മളെ ഞെട്ടിപ്പിക്കാനും കഴിവുള്ളവർ കൂടെയാണ് അവർ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്, അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ സിനിമയുടെ കാര്യമല്ല, ഞാൻ ജനറലി പറഞ്ഞത്.
ഈ മമ്മൂക്കയും ക്രിയേറ്റേഴ്സും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ തമ്മിലൊരു ഇൻട്രാക്ഷൻ പലപ്പോഴും പല രീതിയിലായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ലോഹിദാസിനെ പോലെ ഒരാളെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കുക, അല്ലെങ്കിൽ ബ്ലസ്സിയെ കൊണ്ട് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കാഴ്ച എഴുതിപ്പിക്കുക. ഇപ്പോൾ പത്മരാജനും അദ്ദേഹവും തമ്മിലുണ്ടായിരുന്ന ഒരു ഫൈറ്റിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ ഒരു പുസ്തകം എടുത്തിട്ട് ബ്രാം സ്റ്റോക്കർ ഇല്ലെങ്കിൽ ഡ്രാക്കുള ഇല്ല, അപ്പോൾ അതിന് മറുപടിയായിട്ട് പത്മരാജൻ ഒരു വരി എഴുതുന്നു. അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ അവർ തമ്മിൽ നടക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ജിതിനും മമ്മൂക്കയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഏത് വിധത്തിലായിരുന്നു? ഞാനും അദ്ദേഹവുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മൾ പിന്നെ പുതിയ ഒരാളാണ്, ഡയറക്ടർ എന്നുള്ള രീതിയിൽ പുതിയ ഒരാളാണ്. അപ്പം നമുക്ക് ഒരുപാട് വിജയകഥകൾ നമ്മൾ കേൾക്കുന്നതാണ്, കാണുന്നതാണ്, ഇതൊക്കെയാണ്. അദ്ദേഹം ഒരുപാട് പുതിയ ഡയറക്ടേഴ്സ്, പക്ഷേ നമുക്ക് വേറൊരു റിയാലിറ്റി ഉണ്ട്. ഇപ്പം എത്ര പുതിയ ഡയറക്ടേഴ്സ് വന്നെങ്കിലും ഞാൻ ഒരു ഊഹം പറയുന്നതാണ്, അപ്പം അതിനേക്കാളും എത്രയോ മടങ്ങ് പുതിയ ഡയറക്ടേഴ്സ് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. അതും ഒരു റിയാലിറ്റി ആയിട്ട് ആണല്ലോ. അപ്പം നമ്മൾ ഞാനൊരു ഞാനിപ്പം ചെയ്ത ഒരു സാധനവും അവൈലബിൾ അല്ല, ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരാളെ അദ്ദേഹത്തിന് ഇപ്പം നമ്മൾ പറയുന്ന ഒരു സ്ക്രീൻ പ്ലേ മാത്രമല്ല, അതിന് ഒരു ഓഡിയോ വിഷ്വൽ പരിപാടി നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ട് പറയുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഫസ്റ്റ് ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു കടമ്പയാണ്, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം അത് കേട്ട് പിന്നെ അത് ഉൾക്കൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ മേലൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നിടത്താണല്ലോ അദ്ദേഹം സിനിമ ചെയ്യാൻ സമ്മതിക്കുകയും വരികയും ചെയ്യുന്നത്. അപ്പം ആ പ്രോസസ്സെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് സ്ക്രീൻ പ്ലേയിൽ അദ്ദേഹത്തിന് തോന്നുന്ന ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പം പിന്നെ അതിന് നമ്മുടെ ഭാഗത്ത് കൃത്യമായിട്ട് അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തുന്ന മറുപടികൾ ഉണ്ടെങ്കിൽ പിന്നെ അത് വളരെ നല്ലൊരു അനുഭവമാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് മറുപടികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക്. അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ ത്രൂ ഔട്ട് ഉണ്ടാകും. അത് ഫിലിം മേക്കിങ്ങിൽ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് ഒരു നല്ല അനുഭവമായിരുന്നു. ടോട്ടലി അതൊരു നല്ല അനുഭവമായിരുന്നു. അങ്ങനെ ഒരു ടെൻഷൻ ആവുന്ന രീതിയിലോ അങ്ങനത്തെ ഒരു ഇതിലോട്ട് പോയില്ല. കാരണം ഈ സിനിമയുടെ പ്രത്യേകത കൊണ്ട് അങ്ങനെ അങ്ങ് പോയതാണ്. നമുക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോഴും ഞാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, ആ ചോദ്യങ്ങളുണ്ടാവോ മമ്മൂക്കയിൽ നിന്ന്? അങ്ങനത്തെ ഒരു ചോദ്യത്തിലോട്ടൊന്നും നമ്മൾ അത്യാവശ്യം ഡീറ്റെയിലിംഗ് സ്ക്രീനിലാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങൾ പറയും. അപ്പം നമ്മളും ആദ്യമേ പോയിട്ട് നമ്മുടെ ഷോർട്ട് ഡിവിഷനും പരിപാടികളും, ഇപ്പോൾ ഒരു സീൻ തന്നെ നമുക്ക് പല രീതിയിലെടുക്കാമല്ലോ, പല ഡയറക്ടേഴ്സ് കൊടുക്കുന്ന അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ അതിനകത്ത് പിന്നെ മ്യൂസിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ എഡിറ്റിംഗ് പാറ്റേണിലൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാറുണ്ട് ആദ്യമേ. അപ്പോൾ അതിനകത്ത് നിന്നിട്ട് അദ്ദേഹത്തിൻ്റെതായ സജഷനും അദ്ദേഹം എങ്ങനെയാണ് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ളതെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹവും പറയാറുണ്ട്. കാരണം ചില സമയത്ത് ചില കാര്യങ്ങൾക്ക് ചില അഡീഷണൽ പ്രോപ്പർട്ടീസൊക്കെ ആവശ്യമായിട്ട് വരും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു കൃത്യമായ ചർച്ചകൾ നടക്കാറുണ്ട്. അത് വളരെ ക്രിയേറ്റീവായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. സിനിമയുടെ ജോലികൾ ഇപ്പോൾ ഏതുവരെ അവസാനിച്ചിട്ടുണ്ട്? സിനിമ ഓൾമോസ്റ്റ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ തീരാറായ ഒരു അവസ്ഥയിലാണ്. ഇനി കുറച്ചൊക്കെ പരിപാടികൾ ബാലൻസ് ഉള്ളൂ. എപ്പോഴായിരിക്കും ഉദ്ദേശം റിലീസ് കൃത്യമായൊരു ഡേറ്റ് തീരുമാനമായിട്ടില്ല, പക്ഷെ അധികം താമസിക്കത്തില്ല, ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ഒരു ഔട്ട് കണ്ട രീതിയിൽ എത്രമാത്രം തൃപ്തനാണ്? ഞാൻ ഹാപ്പിയാണ് അതിൽ. പിന്നെ കാണുന്ന ആൾക്കാരാണ് അതിന്റെ ബാക്കി ജഡ്ജ് ചെയ്യുന്നത്. നമുക്ക് ഏതെങ്കിലും പോർഷൻസ് കണ്ടിരുന്നോ അദ്ദേഹത്തിന്റെ? അദ്ദേഹം ഞാൻ അറിഞ്ഞിടത്തോളം ഹാപ്പിയാണ്. എന്തായാലും ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവായിട്ടൊരു പുതിയ കാര്യം കണ്ടതിൻ്റെ ഒരു ഹൈയും സന്തോഷവും പ്രേക്ഷകരിലേക്കും കൂടി എത്തട്ടെ. റിലീസ് പ്രതീക്ഷിക്കുന്നു. എല്ലാ അർത്ഥത്തിലും കളങ്കാവലിന് ആശംസകൾ. ഇനിയും സിനിമകൾ എഴുതാനും ഈ റിയൽ സംഭവങ്ങളുടെ അപ്പുറത്തേക്കുള്ള ആർക്ക് കൂടി ചിന്തിക്കാനും ഒക്കെ അങ്ങനെ സംഭവിച്ചു പോയതാണ്. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.